കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. വലപ്പാട് പഞ്ചായത്തിൽ കളിയാണ് ലഹരി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ദേശീയ മനുഷ്യാവകാശ സംഘടനയായ CPSJ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. 26 വയസ്സുള്ള വെങ്കിടേശാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. കടൽ കാണാനെത്തിയ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു. ഒരാൾ മാത്രമാണ് കടലിൽ കുളിക്കാനിറങ്ങിയത്. മറ്റ് 5 പേർ സമീപത്തെ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്നു. നാട്ടുകാരാണ് വെങ്കിടേഷ് മുങ്ങിത്താഴുന്നത് കണ്ടത്. തിരച്ചിലിൽ കടലിൽ നിന്ന് പുറത്തെടുത്ത് വാടനപ്പള്ളി ആക്സ് പ്രവർത്തകർ ആങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. മൊബൈലിനും ലഹരിക്കും അടിമയായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയെ കായിക രംഗത്ത് അടുപ്പിക്കുന്നതിനു വേണ്ടി വലപ്പാട് പഞ്ചായത്ത് 20ാം വാർഡംഗം വൈശാഖ് വേണുഗോപാൽ കളിയാണ് ലഹരി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി എക്സൈസിൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രവാസിയും കായിക പ്രേമിയുമായ അഖിത് കഴിമ്പ്രത്തിൻ്റെ സഹായത്തോടെ വാർഡിലെ കുട്ടികൾക്ക് ആവശ്യമായ മുഴുവൻ സ്പോർട്സ് കിറ്റും നൽകി. എക്സൈസിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും നൽകി. കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ലാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി. എക്സൈസ് ഓഫീസർ അഫ്സൽ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. സുബ്രഹ്മണ്യൻ ഏറൻ കിഴക്കത്ത്, പ്രിയൻ തൈക്കാട്ട്, പ്രസന്നൻ, സന്ദീപ് കോഴിപ്പറമ്പിൽ, അജീഷ് കോഴിച്ചേരി, മഹേഷ് കണക്കാട്ട്, ഷൺമുഖൻ, സുനിൽ വളപ്പിൽ എന്നിവർ സംസാരിച്ചു. വോളണ്ടിയർമാരായ ധീരജ് ദാസ്, അഭിജിത്ത് ഏറൻ, ജിതിൻ കോഴിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ദേശീയ മനുഷ്യാവകാശ സംഘടനയായ CPSJയുടെ നേതൃത്വത്തിൽ വലപ്പാട് ദയ ആശുപത്രിയുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോഴിക്കോട് IMCT മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അഖിയ ജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് ANG ജെയ്ക്കോ മാസ്റ്റർ അധ്യക്ഷനായി. CPSJ ഭാരവാഹികളായ EA നെൽസൺ, CA ജെയിംസ്, KM ബിന്ദു, PA വിൻസെൻ്റ്, KT ബെന്നി എന്നിവർ നേതൃത്വം നൽകി. ദയ ഹോസ്പിറ്റൽ മാനേജർ മുഹസിൻ പാണ്ഡികശാല മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ പരിശോധനകൾ സൗജന്യമായി ചെയ്തു കൊടുത്തു. വിദ്യാർത്ഥികളുടെ പഠന സമയം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു പരിപാടികളും ഇനി സ്കൂളുകളിൽ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. PTA, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അധ്യാപക യോഗങ്ങൾ, യാത്രയയപ്പ് തുടങ്ങിയവ സ്കൂൾ പ്രവൃത്തി സമയത്ത് നടത്തുന്നത് പഠന സമയത്തിന് നഷ്ടമുണ്ടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. അടിയന്തരമായി മീറ്റിംഗുകൾ നടത്തേണ്ടി വന്നാൽ വിദ്യാഭ്യാസ ഓഫീസറുടെ അനുമതി നിർബന്ധമാണെന്നും ഉത്തരവിലുണ്ട്. മീറ്റിംഗ് കാരണം നഷ്ടപ്പെടുന്ന സമയത്തിന് പകരം സമയം കണ്ടെത്തുകയും വേണം. ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മണലൂർ പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കുക, ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ റോഡുകളുടെ പണികൾ ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ ഭൂരിപക്ഷം റോഡുകളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചിരിക്കുകയാണ്. പൈപ്പിടുന്നതിന് വേണ്ടി പൊളിച്ച റോഡുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. അതിനുള്ള യാതൊരു ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച റോഡുകളുടെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പല കമ്മിറ്റികളിലും മെമ്പർമാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ ഷാനി അനിൽകുമാർ, ധർമ്മൻ പറത്താട്ടിൽ, ഷേളി, ബിന്ദു സതീഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് പഞ്ചായത്തിലെ റോഡുകളെല്ലാം ഈ രൂപത്തിലേക്ക് വരുത്തി തീർത്തതെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ പറയുന്നത്. ഇവിടെ 8 മാസക്കാലമായി റോഡുകളെല്ലാം പൊളിച്ചിട്ടുണ്ട്. അന്ന് റോഡുകൾ പൊളിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ഒറ്റക്കെട്ടായി കൊണ്ട് ആ ഭരണസമിതിക്കകത്ത് പറഞ്ഞു, റോഡുകൾ പൊളിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് നന്നാക്കി തരുന്നതിന് വേണ്ടി, സഞ്ചാരയോഗ്യമാക്കി തരുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നും. അത് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുൾപ്പെടെയുള്ള വാർഡുകളിലെ റോഡുകളെല്ലാം പൊളിച്ചു തീർത്തത്.
8 മാസക്കാലമായി പല ഭരണസമിതിക്കകത്തും ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മാറുകയല്ലാതെ ഇതുവരെ ഒരു റോഡും റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നിലമ്പൂർ MLA PV അൻവർ CPM-നും സർക്കാരിനുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി സെൻട്രലിൽ നടന്ന പൊതുയോഗം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതി പോരാട്ട രംഗത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് രാജ്യത്തെ കർഷകരെയും തൊഴിലാളികളെയും മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ 3.5 കോടി മലയാളികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, പിണറായി വിജയന്റെ കുടുംബത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ഒക്കെ തന്നെ ചട്ടകമായി കോടാലിക്കൈയായി ശ്രീമാൻ PV അൻവർ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. VA ഷാജുദ്ദീൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KC പ്രസാദ്, വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, CM നിസാർ, VR ഷിജിത്ത്, ശാന്തി ബാസി എന്നിവർ സംസാരിച്ചു. PV അൻവർ MLA സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ CPM മണലൂർ ലോക്കൽ കമ്മിറ്റി കാഞ്ഞാണിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദൻ മണ്ണുമ്മൽ, NRS ബാബു, CG മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. മണലൂർ പുത്തനങ്ങാടി വെളുത്തടത്ത് പറമ്പിൽ ക്ഷേത്രത്തിൽ ആയില്യപൂജ നടത്തി. ക്ഷേത്രതന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി മനക്കൽ ദാമോദരൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നാഗപൂജ, പാലുന്നൂറും കൊടുക്കൽ എന്നിവ നടന്നു. കൊട്ടാരക്കര ശ്രീജിത്ത് നായരുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും തുടർന്ന് വാർഷിക പൊതുയോഗവും ഉണ്ടായി.
ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങളായ പ്രസിഡന്റ് VP രവീന്ദ്രൻ, സെക്രട്ടറി VS അജയൻ, ട്രഷറർ VA രാധാകൃഷ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ VK ശ്രീധരൻ, VK അശോകൻ എന്നിവർ നേതൃത്വം നൽകി. സാഹോദര്യം പ്രതിപാദിക്കുന്നുണ്ട്. അത് രാമനും രാമന്റെ അനുജന്മാരുമായിട്ടുണ്ടായിരുന്ന സാഹോദര്യമായി. എന്നാൽ അതുപോലെ തന്നെ ലങ്കയില് രാക്ഷസന്മാരുടെ ഇടയിലും രാക്ഷസ കുലത്തിലും സാഹോദര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. രാവണനും രാവണന്റെ അനുജന്മാരുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബാന്ധവം, സാഹോദര്യം കൊണ്ടടച്ചിരിക്കുകയാണ്. അതവിടെ നിൽക്കുന്നില്ല. പക്ഷിജാലങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന സാഹോദര്യം, സമ്പാദിയുടെയും ജഡായുവിൻ്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ര നബിദിന പരിപാടികളുടെ ഭാഗമായി മിലാദ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഇസ്ര പ്രസിഡന്റ് ബഷീർ റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PM ഹംസ ഹാജി അധ്യക്ഷനായി. മദ്ഹൂർ റസൂൽ സമ്മേളനത്തിൽ അബൂബക്കർ സഖാഫി വെണ്ണേക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി സ്വലാത്ത് വാർഷിക ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകി. സയ്യിദ് ജലാലുദ്ദീൻ അസനി പ്രാർത്ഥന നിർവഹിച്ചു. സ്വാഗത സംഘം കൺവീനർ PS മുഹമ്മദ് അലി, ഇസ്ര സെക്രട്ടറി RK മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് ഇസ്ര നൂറുൽ ഉലമ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, പ്രതിഭകൾക്കുള്ള ട്രോഫി വിതരണം എന്നിവ നടക്കും. അറുക്കാനുള്ള കൽപ്പനയുണ്ടായത്. മറ്റൊരു തവണ വന്നപ്പോഴാണ് കഴബം പുതുക്കിപ്പണിയാനുള്ള കൽപ്പനയുണ്ടായത്. മറ്റൊരു തവണ വന്നപ്പോഴാണ് മകന്റെ ഭാര്യയെ തലാക്ക് ചെല്ലണമെന്ന കൽപ്പനയുണ്ടായത്. മറ്റൊരു തവണ വന്നപ്പോഴാണ് ആ ഭാര്യയെ തന്നെ, ഇപ്പോഴുള്ള ഭാര്യയെ ഉറപ്പിക്കണമെന്ന് മകനോട് നിർദ്ദേശം വെച്ചത്. എന്നാൽ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മറ്റു ഭാര്യമാരും മക്കളുമായി ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് കണ്ടശാങ്കടവ് കാൻഡസ് ആർട്സ് ക്ലബ്ബ് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറാന പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച വാക്കത്തോൺ ഫൊറാന വികാരി ജോസ് ചാലക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോജു തേക്കാനത്ത്, രക്ഷാധികാരി AP ജോസ് മാസ്റ്റർ, സെക്രട്ടറി CT ആൻഡോ എന്നിവർ സംസാരിച്ചു. കൺവീനർ ജോസഫ് വർഗീസ് പള്ളിക്കുന്നത്ത്, ജോൺസൺ പീറ്റർ, ക്യാപ്റ്റൻ ഷാലി വർഗീസ്, PP ജോർജ് A ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. നടത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഗുണം ചെയ്യുന്ന വലിയൊരു വ്യായാമമാണ്. ഇന്ന് ഹൃദയത്തിൻ്റെ ആരോഗ്യം പലപ്പോഴും കുറയുന്ന കാലഘട്ടത്തിൽ സംബന്ധമായിട്ട് മറ്റ് അസുഖങ്ങൾ, പ്രഷറും ഡയബറ്റീസും പ്രമേഹവും ഒക്കെ വരുമ്പോഴും ഇതിന് കാരണം നമ്മളുടെ വ്യായാമത്തിൻ്റെ കുറവുകൊണ്ടാണെന്ന് ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മളോടൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്ന നല്ലൊരു വ്യായാമമാണ് നടത്തം. നമ്മൾ വാക്കിംഗ്, മോർണിംഗ് വാക്ക് നടത്തുക എന്ന് പറയുന്നത് ഹൃദയത്തിനും പേശികൾക്കും. തൃത്തല്ലൂർ ചട്ടിക്കാട് മസ്ജിദുന്നൂറിൽ മൗലീദ് സദസ്സും പ്രഭാഷണവും നടത്തി. വാടാനപ്പള്ളി തെക്കേ ജുമാ മസ്ജിദ് ഖത്തീബ് PA ഉമ്മർ ഭാഗവി പഴയന്നൂർ ദുആ നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. സദർ മുഅല്ലിം യൂസഫ് അലി സഖാഫി, സെക്രട്ടറി RA ഷംസുദ്ദീൻ, പ്രസിഡന്റ് PA കുഞ്ഞാമിദ്, രക്ഷാധികാരി KK ഷൗക്കത്ത് അലി, ട്രഷറർ AM തൗഫീഖ് എന്നിവർ സംസാരിച്ചു. മദ്ഹുർ റസൂൽ പാട്ടുകളും പ്രഭാഷണങ്ങളും ചലനങ്ങളും കഥകളും എല്ലാം കേൾക്കുവാനുള്ള ആകാംക്ഷയിലാണ് നാം ഓരോരുത്തരും ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ഈ വിഷയം ഇങ്ങനെ മനോഹരമാക്കാൻ അരിയും ധനവും സാമ്പത്തികവും പണമായും ധനമായും ശാരീരികമായിട്ടൊക്കെ ഈ പരിപാടിയിലേക്ക് സേവനമായി വന്നവരുണ്ട്. അള്ളാഹു അതൊക്കെ അർഹമായി പ്രതിഫലമുള്ള അമലായി കബൂലാക്കട്ടെ. ആമീൻ. ബഹുമാനികളെ, പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 മീലാദുൻ നബി വളരെ ആഘോഷപൂർവമാണ് ലോകമെമ്പാടും ആഘോഷിച്ചത്. ഓരോ വീടാന്തരങ്ങളിൽ പറഞ്ഞാൽ സുഗന്ധമാ മൗത്തിനല്ല എങ്കിൽ ഞാൻ മദീനയില്ല, മുത്തിനോട് യാത്ര ചൊല്ലി പോരുകയില്ല. അലിഫെഴുതുന്നൊരു ഉസ്താദ് നിങ്ങൾക്കറിയാമോ, മുത്ത്
അന്തിക്കാട് കൊച്ചത്ത് മുത്തപ്പൻ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യപൂജ, കളമെഴുത്തുപാട്ട് എന്നിവ നടന്നു. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധന, ആയില്യപൂജ, കളമെഴുത്തുപാട്ട് എന്നിവയുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് കെ എ ഹരിദാസൻ, സെക്രട്ടറി കെ ജി മഹേന്ദ്രൻ, ട്രഷറർ കെ വി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ബാലസംഘം ചേർപ്പ് ഏരിയ സമ്മേളനം താന്യം സർവീസ് സഹകരണ ബാങ്ക് പെരിങ്ങോട്ടുകര ഹാളിൽ വെച്ച് ചേർന്നു. ബാലസംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റും അല്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും ഒരു മണ്ടത്തരം പറയും എന്ന ഒരു പേടിയുള്ള പോലെ ഞാൻ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അത് മാറിയിട്ടുള്ളത് കൂടെ നേരത്തെ കൂട്ടുകാർ സംസാരിച്ചു, ജാസിം അടക്കമുള്ള കൂട്ടുകാർ സംസാരിച്ചു, കൂട്ടുകാർ പാട്ടുപാടി. ഇതൊക്കെ എങ്ങനെയാണ്? ബാലസംഘത്തിന്റെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ, ഇങ്ങനെയുള്ള വേദികളിൽ ഒരുപാട് കൂട്ടുകാരുമായി സംസാരിച്ചതിന്റെയും അവരുമായിട്ട് ഇടപഴകിയതിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഉത്തരം പറയാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി നിങ്ങൾ മടിക്കേണ്ടതില്ല. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? സമത്വം അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, മുതിർന്ന കൂട്ടുകാരെല്ലാവരും മുന്നിലേക്ക് ഇരിക്കണം, കൊച്ചു കൂട്ടുകാരെല്ലാവരും പുറകിലോട്ടിരിക്കണം. അവിടെ സമത്വം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ആൺകുട്ടികളെല്ലാവരും ഈ സൈഡിലേക്ക് ഇരിക്കണം, പെൺകുട്ടികളെല്ലാവരും ഇപ്പുറത്തോട്ടിരിക്കണം. അതിന് സമത്വം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പണമുള്ളവൻ മുന്നിലോട്ടിരിക്കണം, പണമില്ലാത്തവർ പുറകിലോട്ടിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ സമത്വം ഉണ്ടോ? ഇല്ല. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മൾ വേർതിരിച്ചിരുത്തിയാൽ അവിടെ സമത്വം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കിവിടെ ഒരു തുല്യത കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണ് ഇരിക്കുന്നത്, കുട്ടികളും മുതിർന്നവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വേർതിരിവൂടെ കാണാൻ വേണ്ടി കഴിയുമോ? ഇല്ല. ഇത് തന്നെയാണ് ബാലസംഘം. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് ജാസിം അധ്യക്ഷനായി. താന്യം തെക്ക് കൺവീനർ കരീം മാസ്റ്റർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ വി ബാബു, നവമി പ്രസാദ്, ആഷ്മി ബൈജു, ചേർപ്പ് സെക്രട്ടറി ശാലു വിനോദ്, കൺവീനർ ബസന്ത് കൃഷ്ണ, കോർഡിനേറ്റർ ദേവിക രാജ്, സംഘാടക സമിതി ചെയർമാൻമാരായ സിബിൻ സി ബാബു, എം വി മുകേഷ്, സതി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. BLS അങ്കണ്ടിയൂരിലെ കിഡ്സ് BLS വിദ്യാർത്ഥികൾ ശ്രീനാരായണ അംഗനവാടിയും പരിസരവും ശുചീകരിച്ചു. ഗാന്ധി ജയന്തിക്ക് മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. അംഗനവാടി റോഡ്, BLS റോഡ്, ശ്രീനാരായണ സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലെ പുല്ലുകളും വെട്ടിവൃത്തിയാക്കി. പുല്ലുകൾ നിറഞ്ഞ് നിൽക്കുന്നതിനാൽ മാലിന്യം നിക്ഷേപിക്കുക പതിവ് കാഴ്ചയായിരുന്നു. രാത്രികാലങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ടായിരുന്നു. ശുചീകരണത്തിന് കുരുന്നുകളോടൊപ്പം മുതിർന്ന ക്ലബ് അംഗങ്ങളും ചേർന്ന് പ്രവർത്തനങ്ങൾ ആഘോഷമാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് OK പ്രൈസൺ, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, ട്രഷറർ ഗിരീഷ് കളത്തിൽ, സത്യകാമൻ മാട്ടുമ്മൽ, മണികണ്ഠൻ പ്രാപ്പനാടൻ എന്നിവർ നേതൃത്വം നൽകി. ബാലസംഘം ചേർപ്പ് ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ കീഴിൽ നടന്ന കഥയരങ്ങ് TV മദനമോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ കൺവീനർ വസന്ത് കൃഷ്ണ അധ്യക്ഷനായി. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് ജാസിം, സെക്രട്ടറി ഷാലു വിനോദ്, ആദിലക്ഷ്മി, ആദിശങ്കർ, ദേവിക രാജ്, KS സുദേവ്, KP പ്രണവ്, വാസുദേവ്, നെഹാൻ സമീഹ്,
OM ഫർഹ, ഷാനിബ നൗഫീൻ പതിയാരത്ത്, PS റിയ എന്നിവർ കഥകൾ അവതരിപ്പിച്ചു. MV മുകേഷ്, NA പീതാംബരൻ, ബഷീർ കക്കാട്ടുതറ, സതീഷ് ജയചന്ദ്രൻ, VM കരീം, സുരേഷ് താനാപ്പറമ്പിൽ, PL ജോണി, സജന റഹ്മാൻ, ഷീജ ഭരതൻ എന്നിവർ സംസാരിച്ചു. ബാലസംഘം കൂട്ടുകാർ നിർമ്മിച്ച ലക്ഷറി ബസ്, കപ്പൽ എന്നിവയുടെ മാതൃക പ്രദർശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. വലപ്പാട് പഞ്ചായത്തിൽ കളിയാണ് ലഹരി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ദേശീയ മനുഷ്യാവകാശ സംഘടനയായ CPSJ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.